പുത്തമ്പുറായി കൃഷ്ണദാസ് നാരായണ AKG ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് എട്ടുകൾക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ എളമരം MP നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഖാവ് AKGയുടെ നാമധേയത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം 7 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ പുത്തമ്പറമ്പത്തുറായി കൃഷ്ണൻ നായർ ഇതിനുവേണ്ടി ഈ കാണുന്ന സ്ഥലം 13 സെന്റ് സ്ഥലവും ചെറിയൊരു വീടും ഞങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മൾക്ക് സംഭാവന നൽകി. ഞങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി MP സമീപിച്ചപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഇത്ര നല്ല മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ടെന്ന്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ പിന്നെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ MP എളമരം കരീമിനെ സംബന്ധിച്ചിടത്തോളം ചെറുകുളത്തൂരിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൂവാട്ടുപറമ്പിൽ തന്നെയാണ് വളരെ കാലം താമസിച്ചിട്ടുള്ളത്. ഇപ്പം താമസിക്കുന്നത് കോവൂരാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ പരിപാടികളെയും നിത്യേന കാണുന്ന ആളുകളാണ്. എളമരം കരീമിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവുന്നത് പോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള പലരെയും വ്യക്തിപരമായി അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പാർലമെന്റിന്റെ പുറത്തും അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട MP എളമരം കരീംഖായെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി, സ്നേഹ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിക്ക് പോയതാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുന്നമംഗലം ഏരിയയിലെ പൊതുപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ടുള്ള സൈഫു MP-യുടെ കൂടെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കെല്ലാം നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമ്മുടെ അജയ് കുമാറാണ്. അജയ് കുമാർ സുരക്ഷാ പാലിയേറ്റീവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സ്നേഹ ആദരവ് നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ വലിയ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം വെറും 15 ദിവസങ്ങളെ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മൾക്ക് 4 കട്ടില്, 5 വീൽ ചെയർ, 16 എയർബെഡ്, 20 വാക്കർ, ഇതെല്ലാം നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ സ്നേഹ സമ്പന്നതയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ബഹുജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ചെയർമാനും ബ്ലോക്ക് മെമ്പറും കൂടിയായിട്ടുള്ള TP മാധവനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ചെറുകുളത്തൂർ AKG ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന്റെ സംക്ഷിപ്ത റിപ്പോർട്ട്. സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എന്ന പേരിലും
അവയവദാന ഗ്രാമം എന്ന പേരിലും പ്രസിദ്ധമായ ചെറുകുളത്തൂരിൽ നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനും വയോജന സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ടതാണ് AKG ചാരിറ്റബിൾ സൊസൈറ്റി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ച സാമൂഹ്യ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയും അനീതിക്കെതിരെ പടപൊരുതി പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ AKGയുടെ നാമധേയത്തിലുള്ളതാണ് ഈ സൊസൈറ്റി. സൊസൈറ്റി ആക്ട് പ്രകാരം KKD/CA/372/2016 എന്ന നമ്പറിൽ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. സൊസൈറ്റി ആരംഭിച്ച കാലത്ത് പരേതനായ പുത്തൻപറമ്പത്തുപുറായി കൃഷ്ണൻ നായർ 13 സെന്റ് സ്ഥലം, ചെറിയ വീടും കിണറും ഉൾപ്പെടെ സൗജന്യമായി സൊസൈറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് നൽകി. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെയേറെ മുൻപിൽ നിൽക്കുന്ന പ്രദേശമാണ് ചെറുകുളത്തൂർ. കേരളത്തിൽ അവയവദാനം, നേത്രദാനം ആദ്യം ആരംഭിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ചെറുകുളത്തൂർ. പരിയങ്ങാട് ചെറുകുളത്തൂർ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നേത്രദാനത്തിൽ നിന്ന് അവയവദാനം എന്ന ഒരു വിപുലീകരണത്തിലേക്ക് ഈ പ്രസ്ഥാനം കടന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ ബോധത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ചെറുകുളത്തൂർ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ തന്നെ എപ്പോഴും ആവേശം നൽകിയിരുന്ന ഒരു പേരാണ് ചെറുകുളത്തൂർ. അത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് അതിൻ്റെ കാരണം. അവിടെയാണ് ഈ ഒരു പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം മികച്ച നിലയിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾ നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ബൃഹത്തായ സംവിധാനമുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘത്തിൻ്റെ കീഴിൽ 16 സോണൽ കമ്മിറ്റിയും 236 മേഖലാ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു. ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ AKG ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് ഇവിടെ സംഘാടകർ പറയുകയുണ്ടായി. 3000 വളണ്ടിയർമാരാണ് സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 6000 വീടുകളിൽ സേവനം നടത്തുകയാണ് ഈ വളണ്ടിയർമാർ. വീടുകളിൽ പോയി കിടപ്പ് രോഗികളെ ആവശ്യമായ പരിചരണം നൽകുക. 40 വാഹനങ്ങൾ ഈ സൊസൈറ്റിയുടെ സ്വന്തമായുണ്ട്. 3 സ്വന്തം കെട്ടിടങ്ങളുണ്ട് 3 പ്രദേശങ്ങളിൽ. ഇവിടെ ഇപ്പോൾ സ്വന്തം കെട്ടിടമായി. കുറച്ചുകൂടി വിപുലമായ സൗകര്യത്തിലൂടെ കെട്ടിടം വേണമെന്ന് റിപ്പോർട്ട് അവതരണത്തിലൂടെ വായിച്ചു. അത് നമുക്ക് ആലോചിച്ച് നോക്കാം. ഞാനിപ്പോൾ പെട്ടെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ MP ഫണ്ട് രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് നൽകാൻ വകുപ്പുണ്ട്. പക്ഷേ ഈ വർഷത്തേത് കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തീരുമാനമെടുത്ത് കൊടുത്തിരിക്കും. എങ്കിലും ഇത് തുക ചെലവായി തീരുന്നു. അതിന് ചില നിബന്ധനകളൊക്കെയുണ്ട്. SC/ST മേഖലയുടെ വികസനത്തിന് ഇത്ര ശതമാനം, സൊസൈറ്റികൾക്ക് ഇത്ര ശതമാനം, മറ്റ് ജനറൽ വർക്കിന് ഇത്ര എന്നൊക്കെ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കാൻ മാനദണ്ഡം ലംഘിച്ച് അതിന് അനുവദിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഇനി ചെയ്യാൻ കഴിയുന്ന എനിക്കറിയില്ല. ഞാൻ ഓഫീസിൽ പരിശോധിച്ച് നോക്കാം. അല്ലെങ്കിൽ അടുത്ത വർഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. ഈ സൊസൈറ്റിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് നൽകുമെന്ന് സഹോ കരീം ഇവിടെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔപചാരികമായ നിവേദനം ഇതിൻ്റെ ഭാരവാഹികൾ നൽകും. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുക. പിന്നിട്ട് എത്രയോ ആളുകൾ ഇപ്പോഴത്തെ ചെറുകുളത്തൂർ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ 100 വയസ്സ് പിന്നിട്ട് നമ്മുടെ ചെറുകുളത്തൂരിലെ ആളുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിന് അവരെയും ആദരിക്കുന്നതിന് വേണ്ടി
നമ്മുടെ ബഹുമാനപ്പെട്ട MP അവരുടെ കരിമിനെ ക്ഷണിക്കുന്നു. നേത്രദാനം എടുത്തു പരിശോധിച്ചാൽ ലോകത്തിലെ നേത്രദാന ഗ്രാമങ്ങളിൽ നിന്ന് ആദ്യത്തെ നേത്രദാന ഗ്രാമം സർവോദയാണ്. ഇപ്പോൾ അരോഗദാന ഗ്രാമം കൂടിയായിരിക്കും. അതോടൊപ്പം 6 പേർ പാലിയേറ്റീവ് പരിചരണം ലഭിക്കേണ്ടവരാണ്. ക്കുന്നതിന് വേണ്ടി സ്ഥലം അനുവദിച്ചു തന്നിട്ടുള്ള കുടുംബം, അതുപോലെ തന്നെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായവും ഒരുപാട് പേരുടെ മനുഷ്യാധ്വാനം അതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. രോഗി പരിചരണത്തിന് വേണ്ടി വിവിധങ്ങളായ ഉപകരണങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് പേരുടെ സാമ്പത്തിക സഹായം. ഇന്നിവിടെ എത്തിച്ചേർന്ന ചാരിറ്റബിൾ മനസ്സുകൾക്കും എല്ലാവിധ പിന്തുണയും ആശംസകളും പൂവാട് പറമ്പ് CPIM ലോക്കൽ കമ്മിറ്റിയുടെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. അടുത്തതായി ചെറുകുളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ TP ശ്രീധരൻ. വിശ്വാസമുള്ള വ്യക്തികളെ, നമ്മുടെ ഒരു ചെറിയ സ്വപ്നം ഇന്ന് പൂവണിഞ്ഞു എന്ന് പറയാം. പണ്ട് കാലത്ത് KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നടത്താൻ കഴിയുന്നുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇത്തരമൊരു ചാരിറ്റബിൾ പ്രസ്ഥാനം ഉണ്ടാവുകയും അത് നേരത്തെ എല്ലാവരും പറഞ്ഞതുമായി തന്നെ നമ്മുടെ വയോജനങ്ങൾക്കുള്ള വിനോദ കേന്ദ്രം ഉൾപ്പെടെ വീടുകളിൽ പോയിട്ടുള്ള പരിചരണം ഉൾപ്പെടെയുള്ള ഒരു സ്വപ്ന പദ്ധതിയായി മാറട്ടെ എന്ന് ഞാൻ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാലയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MP ശ്രീ ഇളമരം കഴിഞ്ഞ ആളുകൾക്ക് ആദ്യമായി നിങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതേപോലെ ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MLA ശ്രീ PT റഹീം അവർക്കും നിങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച ശ്രീ അജയ്കുമാർ, ശ്രീ അനിത, MM പ്രസാദ്, TP ശ്രീധരൻ, ഷാജു വായനശാല സെക്രട്ടറി തുടങ്ങിയവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.